സ്കീ റിസോർട്ടിൽ പുതുവർഷാഘോഷങ്ങൾക്കിടയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 40 പേർ മരിക്കുകയും 119 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആഘോഷങ്ങൾക്കായി ഷാംപെയിൻ ബോട്ടിലുകളിൽ സ്ഥാപിച്ചിരുന്ന കമ്പിത്തിരികളിൽ നിന്നാണ് തീ സീലിംഗിലേക്ക് പടർന്നത് എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ദുരന്തത്തിന് പിന്നിൽ ആഘോഷവേളയിലെ അശ്രദ്ധയാണെന്ന് വലയസ് അറ്റോർണി ജനറൽ ബിയാട്രിസ് പില്ലോഡ് വെള്ളിയാഴ്ച മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നു. അപകട കാരണത്തെക്കുറിച്ച് അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. സീലിംഗിനോട് ചേർത്ത് വച്ചിരുന്ന കമ്പിത്തിരികളിൽ നിന്ന് തീപ്പൊരി പടരുന്നതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ സീലിംഗിലെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നവരെയും കാണാം. ഷാംപെയിൻ ബോട്ടിലുകളിലെ കമ്പിത്തിരികളാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് തെളിഞ്ഞാൽ അപകടത്തിന് ഉത്തരവാദികളായവർ രക്ഷപ്പെട്ടവരിൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുമെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കുകയും ചെയ്തു. ബാറിലെ സുരക്ഷാ മാനദണ്ഡങ്ങളും അപകട സമയത്ത് ബാറിനുള്ളിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണവും അന്വേഷണ പരിധിയിലുണ്ട്. നിലവിൽ അന്വേഷണത്തിൽ ലഭ്യമാകുന്ന സൂചനകൾ ഈ നിഗമനങ്ങളെ ബലപ്പെടുത്തുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. സംഭവത്തിന് പിന്നിൽ അട്ടിമറിയോ ആക്രമണമോ ഉണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞു. ദുരന്തത്തിൽ മരിച്ച 40 പേരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ അധികൃതർ ഊർജിതമാക്കിയിരിക്കുകയാണ്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേർക്കും ഗുരുതരമായ പൊള്ളലുകളാണ് ഉള്ളത്. ഇതുവരെ 113 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരിൽ 71 പേർ സ്വിസ് പൗരന്മാരും 14 പേർ ഫ്രാൻസ് പൗരന്മാരും 11 പേർ ഇറ്റലി പൗരന്മാരും 4 പേർ സെർബിയ സ്വദേശികളുമാണ്. ഫ്രാൻസ് ഫുട്ബോൾ താരമായ തഹിരിസ് ദോസ് സാൻഡ്രോസിനും അഗ്നിബാധയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ റിസോർട്ടിൽ 3 തവണ സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടുണ്ടെന്ന് ഉടമ പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അപകട കാരണവും ഉത്തരവാദിത്തപ്പെട്ടവരെയും കണ്ടെത്താൻ വിശദമായ അന്വേഷണം തുടരുകയാണ്. അന്ന് രാത്രി 1:30ഓടെയാണ് സംഭവം നടന്നതെന്നാണ് പോലീസ് വക്താവ് ഗെയ്റ്റൻ ലാദിയോൺ വ്യക്തമാക്കിയത്. അടിയന്തര സേവനങ്ങൾ ഉടൻ തന്നെ ആരംഭിച്ചിരുന്നു. നിരവധി ആംബുലൻസുകളും എയർ ഗ്ലേഷേഴ്സ് ഹെലികോപ്റ്ററുകളുമെല്ലാം തന്നെ ആ സ്ഥലത്തേക്ക് പറന്നിറങ്ങി. പരിക്കേറ്റവരുമായി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് നീങ്ങി. സംഭവത്തിന്റെ കൃത്യമായ കാരണം ഇനിയും വ്യക്തമല്ലെന്നും പലരും പറയുന്നുണ്ട്. ഈ ഒരു അപകടം വളരെ വലുതാണെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്തതിലുള്ള വേദനയിലാണ് ഉറ്റവർ. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങളെല്ലാം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. അതേസമയം ഷാംപെയിൻ കുപ്പിയിൽ നിന്നാണ് ഇത്തരത്തിൽ തീ പടർന്നത് എന്ന് പറയുമ്പോഴും ഇതിൽ കൂടുതൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഷാംപെയിൻ കുപ്പികളിൽ കത്തിച്ചു വെച്ച കമ്പിത്തിരികളിൽ നിന്ന് ഇത് പടരുകയായിരുന്നു. അതേസമയം എത്രത്തോളം പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചത് എന്നതിനും മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങളെല്ലാം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്.